ഹായ് ഫ്രണ്ട്സ് കേട്ടിട്ടിപ്പോൾ 10 നാളത്തെ ഹോംവർക്ക് കുറച്ചുള്ളത് മച്ചി എന്ന് പറഞ്ഞു. എന്ത് 10 നാളത്തത്? റോസി പറഞ്ഞു. ഹീറോയ്ക്ക് പുതിയ ഫ്രണ്ടാണ് റോസി കിട്ടി. റോസി പറയാൻ തുടങ്ങി, 10 നാളത്തെ ഹോംവർക്ക് തന്നതാണ്, അത് കഷ്ടമൊന്നുമില്ല, കുറച്ച് കഷ്ടമുണ്ടാവും, അത് പഠിച്ചോ, ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഹീറോയി പറഞ്ഞു ശരി ഓക്കെ. അങ്ങനെ 10 നാളത്തത് ക്ലാസ് എടുത്തത് അത് എഴുതി കൊടുക്കുക, അതെപ്പോൾ വേണം കൊടുക്കുക, നമുക്കിപ്പോൾ ഫസ്റ്റ് തന്നത് എഴുതി കൊടുക്കാമെന്ന് ഹീറോയി പറഞ്ഞു. ശരി എനിക്ക് ഫ്രീ ടൈം ആകുമ്പോൾ ഞാൻ എഴുതി കൊടുത്തോളാം ഹീറോയി പറഞ്ഞായിരുന്നു. ശരി എന്ന് ക്ലാസ് അത് വേറെ ബുക്കിലാണ് എഴുതി കൊടുക്കുന്നത്. ഹീറോയി വേറെ ബുക്ക് ഓൾറെഡി മെങ്ങി കൊണ്ടുവന്നത്, അത് റോസിൻ്റെ എല്ലാം മെങ്ങിയിട്ട് എടുത്തോണ്ട് വരാം. അതിനായിട്ട് ഹീറോയി നല്ല എഴുതിയായിരുന്നു, ഓരോന്ന് ബുക്കിൽ ഫുള്ള് എഴുതിയായിരുന്നു, ഫുള്ള് എഴുതി കണ്ടുണ്ട്. റോസിൻ്റെ ഒരു ബുക്ക് മെങ്ങിയായിരുന്നു. റോസി ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരാം. റോസിൻ്റെ വീട് അടുത്താണ്. റോസി എടി മച്ചി ഇതൊരു ക്ലാസ്, എല്ലാ ക്ലാസ്സും ബോസ് സാറിൻ്റെ അത് പ്രൊഫസറിൻ്റെ എല്ലാം എഴുതി കഴിഞ്ഞു. ശരി കുറച്ച് എഴുതി. ശരി ഇനി ഫുള്ള് ഞാൻ പിന്നെ കൊടുത്തോളാം. ഹീറോയി ക്ലാസ് എനിക്ക് വി ക്ലാസ് എടുക്കുക. ഹീറോയി വെച്ച് കണ്ണാടക സൈറ്റ് അടിക്കുക. വി ഒരിഞ്ഞ് നോക്കി, ഇവള് എന്നെ നോക്കുന്നതാണ്, ഇവിടെ നോക്കുന്നത് വി ശ്രദ്ധിക്കാൻ തുടങ്ങി. ശരി ഓക്കെ എന്ന് വി കണ്ടുകാതെ ഹീറോയി ക്ലാസ് എടുക്കുക. ഹീറോയി സൈറ്റ് അടിക്കുക. വി ചോദ്യം കേൾക്കാൻ തുടങ്ങി. അതോടെ ഹീറോയി മുളിക്കാൻ തുടങ്ങി. എന്താ ചോദ്യം പിന്നെ ഓർക്കാൻ തുടങ്ങി ഹീറോയി. ഓ വി ചോദിച്ചതിന് എന്താ എവിടെ നോക്കാം സാർ, നിൽക്ക് സാർ, സ്റ്റോപ്പ് സാർ, ഞാൻ പറഞ്ഞോളാം സാർ, ഞാൻ പറയാൻ വിട്ടല്ലേ സാർ എനിക്ക് പറയുന്നത്. അത് വി ചോദ്യം കേട്ട അതിൻ്റെ ആൻസർ കറക്റ്റ് പറഞ്ഞ് വിക്ക് ഷോക്കായി. ഇത്ര നേരം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ ഇവൾക്ക് മനസ്സിലായി. ശരി ഓക്കെ എന്ന് അങ്ങനെ വി ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഹീറോയി സൈഡിൽ കയറി കണ്ട് വി വേണമെന്ന് ചോദ്യം കേൾക്കും. അതെ ഹീറോയി കറക്റ്റ് ആൻസർ പറയൂ. വിക്ക് ഒന്നും പക്ഷേ ഇവൾക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കാൻ പഠിക്കാതെ ഇവിടെ വായി നോക്കുക. അതിനായിട്ട് പറഞ്ഞു ഒരു ഗേൾ വന്ന് അപ്പുറത്ത് സീനിയർ, ഹീറോയ്ക്ക് സീനിയറാണ്, ഹീറോയി ഫസ്റ്റ് ഇയർ പഠിക്കുക, ആ ഗേൾ തേർഡ് ഇയർ പഠിക്കുക. വിക്ക് വന്ന് പ്രപ്പോസ് ചെയ്ത് വി പറഞ്ഞു സോറി, അത് പ്രപ്പോസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തില്ല, റിജക്റ്റ് ചെയ്ത. അപ്പോൾ എനിക്ക് ടെൻഷനായി. സീനിയർ ഞാൻ ഇപ്പോൾ സീനിയറും അല്ല, ഞാൻ ഇപ്പോൾ പ്രൊഫസർ. അതെ ഇവിടെ മുമ്പ് പഠിക്കുമ്പോൾ വി സീനിയർ ആയിരുന്നു, ഇപ്പോൾ വി പ്രപ്പോസ് ചെയ്ത ആ പെണ്ണ് ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വി പ്രപ്പോസ് ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്തില്ല. ആ പെണ്ണിക്ക് ടെൻഷനായിരുന്നു. ആ പെണ്ണ് അവിടെ നിന്ന് പോയി. പിന്നെ ആ പെണ്ണ് ശ്രദ്ധിക്കുന്ന നോക്കുമ്പോൾ ഹീറോയിൻ്റെ അടുത്ത് വി സംസാരിക്കുന്നത് കാണുമ്പോൾ പെണ്ണിക്ക് ടെൻഷനായി. ഒരു തവണ ഹീറോയിനെ പിടിച്ചിട്ട് മിരട്ടാൻ തുടങ്ങി. നീ ഏതൊരു ഗേൾ, ഇന്ത്യ ഗേളാണ്, അതുകൊണ്ട് നമുക്ക് കുറേ സെറ്റാവും, നീ വന്ന് വീണ്ടും സാറിൻ്റെ പുറകെ നടന്ന് വാക്കി വെക്കാൻ. ആ പെണ്ണ് മിരട്ടി. അവന് ഹീറോയിനെ മിരട്ടി വിട്ടു. ഹീറോയ്ക്ക് ടെൻഷനായി. ശരി ഞാനായിട്ട് ഹീറോയിന് മിരട്ടിയായിരുന്നു, ഹീറോയിന് തച്ചായിരുന്നു, അതുകൊണ്ട് ഇവിടെ തല്ലുണ്ടായ പോലെ. പിന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു എടി നമുക്കിത് സെറ്റാല്ല, അവൾ വന്ന് ടോർച്ചർ, അവളെക്കുറിച്ച് ഹീറോയിൻ അറിഞ്ഞു നോക്കുമ്പോൾ ആ പെണ്ണ് ഒരു സൈക്കോമാരി ഗേളെന്ന്. ആ പെണ്ണ് അങ്ങനെ ഒരു ചെക്കൻ ലവ് ചെയ്തിട്ട് ഇത് പറഞ്ഞ ലവ് ചെയ്തതെന്ന് പുറകെ നടന്നു. ആ പെണ്ണ് കാലിന് കൈ പൊളിച്ചിരുന്നു. പിന്നെ ഒരു ചെക്കനെ പ്രപ്പോസ് ചെയ്തതിന് വെളിയിലാക്കിയിരുന്നു. ആ പെണ്ണ് കുറച്ച് റിച്ചാണ്. ഹീറോയിൻ ശരി ഇതൊന്നും ശരിയല്ല, വീണ്ടും പുറകെ നടക്കാണ്ടായിരുന്നു. ഹീറോയിൻ ഉണ്ടായിരുന്നു. ഹീറോയിൻ പഠിക്കണം, ഇതിന് ഉപ്പ അമ്മ കഷ്ടപ്പെട്ട് അവർ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഹീറോയിൻ മനസ്സിൽ തിരിച്ച് ശരി പഠിക്കാതെ അങ്ങനെ വീനെ ശ്രദ്ധിക്കില്ല. വീക്ക് കുറച്ച് ഡൗട്ട് വരാം, ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോ വീനസ് കണ്ടിക്കൊന്നുമില്ല. വീട് ഗേൾ ഫ്രണ്ട് എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പെണ്ണ് ഓൾറെഡി പറഞ്ഞായിരുന്നു. രണ്ടുപേരും ഞാൻ പഠിച്ച പിന്നെ മാരേജ് കഴിക്കുന്നതെന്ന് ഓൾറെഡി പെണ്ണ് പറഞ്ഞത്. ഹീറോയിൻ നമ്പി പോയി. അങ്ങനെ വി കുറച്ച് ആൾ കൂടെ സംസാരിക്കുമ്പോൾ ഹീറോയിൻ നോക്കിയായിരുന്നു. ശരി ഓക്കെ ഇത് സെറ്റാവില്ല. അങ്ങനെ ഹീറോയിൻ കുറച്ച് പിന്നെ പെണ്ണ് കുറച്ച് റിച്ചാണ്, പെണ്ണ് ടോർച്ചർ ചെയ്ത് ശരിയാവില്ല, ഫാമിലിക്ക് പ്രശ്നമാകുമെന്ന് ഹീറോയിൻ കണ്ടു കഥ പോയി. വി ശ്രദ്ധിക്കാൻ നോക്കിയായിരുന്നു, വീനെ കണ്ടില്ല. വീക്ക് ഇപ്പോൾ ടെൻഷൻ ആകുന്നത് എന്നെ ഇപ്പോൾ കണ്ടിരുന്നില്ല എന്ന്. ഹീറോയിൻ വീനെ പുറകെ നടക്കുമ്പോൾ ഹീറോക്ക് കണ്ടു കഥയില്ല. ഇപ്പോൾ ഹീറോയിൻ പുറകെ നടക്കുമ്പോൾ വീക്ക് കടുപ്പാകാൻ തുടങ്ങി. പിന്നെ ഒരു ചെക്കൻ വന്ന് ഹീറോയിനോട് ക്ലോസ് ആയി സംസാരിക്കായിരുന്നു. അത് ജാക്സൺ ആണ്, സീനിയറാണ്. ജാക്സൺ പറയാൻ തുടങ്ങി നമുക്കെല്ലാം വെളിയിൽ പോകാം ഇറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞതിന് ഹീറോയിൻ പറഞ്ഞു എനിക്ക് പഠിക്കണോ. എന്താ ഇങ്ങനെ പറയുന്നത്, ശരി സീനിയർ എന്ന് പറഞ്ഞിരുന്നു. ഹീറോയ്ക്ക് രണ്ടുപേരായിരുന്നു അവിടെ സംസാരിക്കുക. ഐസ്ക്രീം ഷോപ്പിലായിരുന്നു രണ്ടുപേരും സംസാരിക്കായിരുന്നു. ഇത് വി ശ്രദ്ധിച്ച് വീക്ക് ടെൻഷനായി. ജാക്സന് കൂടെ എപ്പോൾ നമുക്ക് ജാക്സനെ കൂടെ ഇരിക്കാം. വീക്ക് തല ടെൻഷൻ ഏറിയുണ്ടായി. വീട്ടിൽ പോയി ഭയങ്കര കിളി കളിക്കായിരുന്നു. ജങ്കുക്ക് പാവോ, ജങ്കുക്കോടെ ബനാന ജ്യൂസ് കുടിച്ചായിരുന്നു. എന്തിനാ വി ഇങ്ങനെ ടെൻഷനാവാ. ജങ്കുക്ക് ഒരു കിളി കളിച്ച് ജങ്കുക്ക് മനസ്സിലായില്ല. ജിമ്മിന് പറയാൻ തുടങ്ങി ഇടാ അതില്ലടാ അത് നടന്ന കാര്യം പറഞ്ഞു, ഇതൊക്കെ എന്നോട് ടെൻഷൻ കാട്ടിയാവളോ, പോടാ അതിൻ്റെ ഗേൾ ഫ്രണ്ട് പുറകെ നടറാ എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോയി. ഇയാൾ ചകന്നേ എനിക്ക് അവളെ പുറകെ നടന്നത് എനിക്കെന്താ ടെൻഷനാണ്. അത് വീക്ക് മനസ്സിലായില്ല. ജിമ്മിന് പറഞ്ഞു നിനക്ക് അവളെ പിടിക്കുക, അതുകൊണ്ട് പെണ്ണ് ചോദിച്ചു വന്നു. ഇല്ല പ്രപ്പോസ് ചെയ്ത് ഇല്ല, ജാസ്തിനൊക്കെ ഇല്ലാതായവരോടും അത് കരിയാൻ കയറ പോടാ എന്ന് പറഞ്ഞ് ജിമ്മിന് അയച്ചായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കാതെ വി പ്ലാൻ ചെയ്തു. അങ്ങനെ വീട്ടിൽ പറഞ്ഞു വി ഓക്കെ. വീൻ്റെ മമ്മി ഡാഡി ഹീറോയിൻ്റെ മമ്മിയുടെ ഡാഡി സംസാരിക്കാൻ വന്നായിരുന്നു.
അങ്ങനെ ഹീറോയിനും ഡാഡിയും ഒപ്പം പറയാൻ തുടങ്ങി. അതെങ്ങനെ സാർ സെറ്റാവും? അതൊന്നും സെറ്റാവില്ല, സോറി സാർ, അങ്ങനെയൊന്നും സെറ്റാകാൻ പറ്റില്ല, അത് നമുക്ക് സെറ്റാവാൻ. ഹീറോയിൻ്റെ ഡാഡി റിജക്റ്റ് ചെയ്ത് വീക്ക് ഒരു മാതിരി അയച്ചാ. എന്നിട്ട് വീക്ക് ഒരുപാടായിരുന്നു. അതിനായിട്ട് ജാക്സണ് ഹീറോയിനെ ഇഷ്ടപ്പെട്ടു. ജാക്സൻ്റെ ഡാഡിനെ ജാക്സൺ പറഞ്ഞായിരുന്നു. ജാക്സനെ വന്ന് ചോദിച്ചാൽ കൊണ്ട് അങ്ങനെ ഹീറോയിൻ്റെ ഡാഡിക്ക് ഒന്നും ചെയ്തില്ല, അവർ റിച്ചാണ്, അവർ മെർട്ടയാണ്, നിങ്ങൾ മോളെ മാരേജ് കഴിക്കാതെ. അങ്ങനെ വീക്ക് കോൾ ചെയ്ത് ഹീറോയിന് ഇങ്ങനെ ഡാഡി ഓരോട് നമ്പർ കൊടുത്തു പോയിരുന്നു. പിന്നെ വീക്ക് കോൾ ചെയ്ത് വീൻ്റെയോട് പറഞ്ഞു, നടന്ന കാര്യം പറഞ്ഞു. വീ പറഞ്ഞു, അങ്കിൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓക്കെ ആണ്, മാത്രം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇല്ല അവനും ഒരുമാതിരിയാണെന്ന് പറഞ്ഞത്. വീട് പറഞ്ഞ കൊണ്ട് ശരി ഓക്കെ വീൻ്റെയോട് പറഞ്ഞു ഓക്കെ. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഹീറോയിന് രണ്ടുപേരെ ഇന്ത്യക്ക് പോയിട്ട് മാരേജ് കഴിച്ചു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഹീറോയ്ക്ക് അത് അറിഞ്ഞില്ല, മാരേജ് നടന്നതറിയും, പിന്നെ ഹസ്ബൻഡ് ആരെന്ന് ഹീറോയ്ക്ക് അറിഞ്ഞില്ലായിരുന്നു. അതിന് രജിസ്റ്റർ ചെയ്തായിരുന്നു. ഹീറോയി വായിക്കാൻ പറ്റില്ലായിരുന്നു. ബാ മോളെ പോവാന്ന്. അങ്ങനെ കൊറിയൊക്കെ വന്നു വീണ ഹീറോയിൻ സാഡായിട്ട് നോക്കാതാണ്. വീ കണ്ടിക്കില്ലായിരുന്നു. എനിക്ക് മാരേജുമായി എന്നെ സൈറ്റ് അടിക്കാൻ പറ്റില്ല, അത് ഹീറോയിസ് ഭയങ്കര സാഡായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഹസ്ബൻഡ് പറഞ്ഞില്ലായിരുന്നു ആരെയാന്ന്. ഹീറോയി ഭയങ്കര സാഡായിരുന്നു. പിന്നെ കുറേ സൈസ് മാരേജ് നടക്കാൻ പോകുന്നായിരുന്നു. അതും നടന്നു. ഹീറോയിൻ വീട് നോക്കില്ലായിരുന്നു. അത് ഹീറോയിൻ നോക്കില്ല, വീ നോക്കി ഇവിടെ നോക്കും, ശരി ഒക്കെ സർപ്രൈസ് ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ കോളേജ് പഠിച്ചിട്ട് ഗ്രാജുവേറ്റായി. ഹീറോ ഭയങ്കര സാഡായിരുന്നു. എന്തൊരു സാഡ്, ഇങ്ങനായിട്ട് സാഡായിരുന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ മമ്മി ഡാഡിയെല്ലാം പാക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. അതെ, എന്നാ നിൻ്റെ ഹസ്ബൻഡ് വണ്ടി ഇപ്പോൾ വരും, ആ വണ്ടിയിൽ കയറിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഹസ്ബൻഡാ. അങ്ങനെ ഒരു വണ്ടി വന്നു, അത് ഡ്രൈവർ വന്നിറങ്ങി. മാം വണ്ടിയിൽ കയറിക്കോ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഹസ്ബൻഡ് അയച്ചതാണ് പറഞ്ഞു. ശരി മോം എന്ന് വണ്ടിയിൽ കയറി. അങ്ങനെ വീട്ടിൽ വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ വലിയ വീടാണ്. ഹീറോയ്ക്ക് ഷോക്ക്, ഇതെന്ത് വലിയ വീടാണ്. അകത്ത് വന്ന് നോക്കുമ്പോൾ റൂമൊക്കെ പോയി, പാത തുറന്നും ബാത്റൂമിലുണ്ട് ഹസ്ബൻഡ്. എന്നിട്ട് ഹീറോയി വന്ന് റൂമിലിരുന്നു. റൂം നമ്പർ ഹീറോൻ്റെ മമ്മി ഡാഡി കണ്ടിരുന്നു. ഹീറോയ്ക്കറിയില്ല ഹീറോൻ്റെ മമ്മി ഡാഡി ഒന്ന്. അകത്ത് വന്നിരുന്ന് വെയിറ്റ് ചെയ്ത് തുടങ്ങി. അകത്തിൽ വരുന്ന കണ്ട് ഹീറോയ്ക്ക് ഷോക്കായി.